തുടരുന്ന യുദ്ധം തന്നെയാണ് ആദ്യത്തെ സംസാര വിഷയം. ഇന്നിപ്പോൾ 13ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇരുഭാഗങ്ങളിലും കനത്ത ആൾനാശവും മറ്റു നാശങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ്റെ ആക്രമണവും നിർബാധം തുടരുന്നുണ്ട്. ഇപ്പോൾ UAE-ലും കുവൈത്തിലുമൊക്കെ വലിയ നാശനഷ്ടങ്ങൾ അത് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ലോകത്തെ ആകെ ഈ യുദ്ധം ഗുരുതരമായി ബാധിച്ചിരിക്കുന്നു, വലിയ പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇന്ധന നീക്കം കാര്യമായി തടസ്സപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളിലെല്ലാം പെട്രോളിയം LPG മേഖലയെ ഗുരുതരമായി യുദ്ധം ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അറുതിയില്ലാതെ തുറന്നാൽ എത്ര വലിയ അപകടാവസ്ഥയിലേക്കാണ് യുദ്ധം പോകുന്നത് എന്നതാണ് ആദ്യം സംസാരിക്കുന്നത്. സാർ, എങ്ങനെയാണ് തോന്നുന്നത്? ഇപ്പോൾ 13ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും യുദ്ധം അവസാനിക്കുന്നതിനുള്ള ഒരു സൂചനയും സാധ്യതയും എവിടെയും തെളിയുന്നില്ല. അതിങ്ങനെ വൈഡായി വികസിക്കുന്ന ഒരു കാഴ്ച കൂടി കാണുന്നു. അപ്പം എന്തായിരിക്കും ഇതിനിയും തുടർന്നു പോയാലുള്ളൊരവസ്ഥ? ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ യുദ്ധം തീർന്നു കഴിഞ്ഞു, ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്നാണ്. ഇനിയിപ്പോൾ അവിടെ ആക്രമിക്കാൻ തന്നെ ഒന്നുമില്ല. ഇറാനിൽ തുണ്ടം സ്ഥലങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ എന്ന രീതിയിലാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. അതേസമയം ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള മിസൈൽ ഡ്രോൺ വർഷം തുടരുകയുമാണ്. അപ്പോൾ എന്താണത് അർത്ഥമാക്കുന്നത്? അതായത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പരോക്ഷമായൊരു സമ്മതമാണ്. ഞങ്ങൾ ക്ഷീണിച്ചു കഴിഞ്ഞു, ഇതെങ്ങനെയെങ്കിലും അവസാനിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന നിലയിൽ അവരുടെ ഭാഗത്ത് നിന്ന് ആ ഒരു യുദ്ധം ഏതാണ്ട് തീരാൻ പോവുകയാണ് എന്നൊരു ഒരു മുന്നുപാധി കൊണ്ടുവരിക, അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക എന്നൊരു രീതിയിലേക്ക് ഈ രണ്ട് രാജ്യങ്ങളും മാറിയിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയായിട്ട് അതിനെ വിലയിരുത്തണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറാൻ 3 ഉപാധികൾ മുന്നോട്ട് വയ്ക്കുന്നു. യുദ്ധം നിർത്താം. എന്തൊക്കെയാണത്? ഇറാൻ്റെ പരമാധികാരം അംഗീകരിക്കണം, ഇറാനിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് പരിഹാരം വേണം, ഇനി ഒരിക്കലും ആക്രമണം ഉണ്ടാവരുത്, ഒരു കാലത്തും ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവരുത്. ഇത് 3ഉം ഒരു കാരണവശാലും US-നോ ഇസ്രായേലിനോ അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യുദ്ധം തീർക്കുക എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു ആവശ്യമല്ല എന്നാണ്. ഞങ്ങൾ ഇങ്ങനെ ഒരു 3 ഉപാധികൾ വയ്ക്കുന്നു, കാരണം ഞങ്ങളിപ്പോഴും ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള മൂഡിലാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇനിയും ആക്രമിച്ചാലും ഞങ്ങൾക്ക് കരുത്തോടെ നേരിടാൻ കഴിയും എന്നതിൻ്റെ ഒരു പ്രഖ്യാപനമായിട്ട് വേണം അത് മസൂദ് പെസഷ്കിയാൻ്റെ ഈ പ്രഖ്യാപനത്തെ നമ്മൾ കാണാൻ. അപ്പോൾ അതിന് അവർക്ക് കരുത്ത് പകരുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്നത് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ ഇറാൻ ഈ അമേരിക്കയുടെ താവളങ്ങളിലേക്ക് പശ്ചിമേഷ്യയിൽ ഈ രാജ്യങ്ങൾ മുഴുവൻ UAE-യിൽ, സൗദിയിൽ, കുവൈത്തിൽ, ബഹ്റൈനിൽ, ഖത്തറിലൊക്കെ ഉള്ള ഇവരുടെ താവളങ്ങളിലേക്ക് അയക്കുന്ന ഈ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അത് എന്തിനു വേണ്ടിയുള്ളതാണ്? അത് അമേരിക്കയ്ക്ക് മേൽ ഈ രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇറാനിന്മേലുള്ള ഈ ഒരു ആക്രമണം അവസാനിപ്പിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയാണ്. അത് സംഭവിക്കുന്നുണ്ടോ എന്നതൊരു ചോദ്യം. അത് സംഭവിക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടോ? ഇല്ല, യുദ്ധം നിർത്താൻ ആവശ്യപ്പെടുന്നില്ല. അതേസമയം അവരോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ആക്രമിക്കുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്, ഞങ്ങളതിൽ ഖേദിക്കുന്നു എന്ന് പറയുന്നു. ഉടനെ ട്രംപ് വിചാരിക്കുന്നത് ഇത് ആക്രമണം നിർത്താൻ വേണ്ടിയാണ്, ഞങ്ങളിത് പിൻവാങ്ങുകയാണ് എന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു എന്നാണ്. സത്യത്തിൽ അതല്ല. ഞങ്ങൾ നിങ്ങളോട് ഖേദിക്കുന്നു, പക്ഷേ ആക്രമിക്കപ്പെട്ടാൽ ഞങ്ങൾ ആക്രമിക്കാൻ തന്നെ തയ്യാറാണ്, നിങ്ങളുടെ അടുത്തേക്ക് ഈ മിസൈലുകൾ അയച്ചുകൊണ്ടിരിക്കാൻ തന്നെ തയ്യാറാണ് എന്ന മറ്റൊരു പ്രഖ്യാപനം കൂടിയാണ് ഇറാൻ നടത്തുന്നത്. അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സമ്മർദ്ദം അങ്ങോട്ട് ഉണ്ടാവുന്നത് വരെ ഇറാൻ്റെ ഇവിടേക്കുള്ള പ്രത്യാക്രമണം തുടരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മേൽ, ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന കാലയളവ് വരെ അത് തുടരും. പക്ഷേ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് സംഭവിക്കുന്നത് എങ്ങനെയാണ്? അത് സംഭവിക്കുന്നത് ഈ മിലിറ്ററി ആക്രമണം കൊണ്ടുണ്ടാകുന്ന ഒരു വലിയ ഡാമേജിൻ്റെ പശ്ചാത്തലത്തിൽ ഈ രാജ്യങ്ങൾ അങ്ങോട്ട് പോകുന്നു എന്നുള്ളതല്ല. അവിടെ ഒരു ട്രസ്റ്റിൻ്റെ പ്രശ്നം ഉദിക്കുന്നുണ്ട് സൈഫു. അതായത് ഇത്രയും കാലം അമേരിക്കയെ വിശ്വസിച്ചാണ് ഈ താവളങ്ങൾ അമേരിക്കയ്ക്ക് ഈ രാജ്യങ്ങൾ അനുവദിച്ചിട്ടുള്ളത്, ഈ വ്യോമസേന താവളങ്ങൾ. ആ താവളങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെടുമ്പോൾ അവർക്ക് രക്ഷ കിട്ടുന്നില്ല, US-ൽ നിന്നും ഒരു രക്ഷയും കിട്ടുന്നില്ല. മാത്രവുമല്ല, എല്ലാ സമയത്തും വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ
പുലരാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മിലിറ്ററി കോൺഫ്ലിക്റ്റ് അടിച്ചേൽപ്പിക്കപ്പെട്ടത് അമേരിക്ക വഴിയും ഇസ്രായേൽ വഴിയുമാണ്. അതെന്തിനായിരുന്നു? അവർക്ക് അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം എന്താണ്? അവർക്ക് അതുകൊണ്ട് ഉണ്ടാകുന്ന കോട്ടം എന്താണ്? ഇത് നമ്മൾ ആലോചിക്കണം. ഒരു നേട്ടവും ഇല്ലെന്ന് മാത്രമല്ല, അവർക്ക് വലിയ തോതിൽ അവരുടെ മേഖലയാകെ സംഘർഷഭരിതമാകുന്നു എന്ന് മാത്രമല്ല, അവർക്ക് സ്വയമേവ ഇത് പ്രതിരോധിക്കാനുള്ള മാർഗമില്ലാതെ പോവുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ നമ്മൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അമേരിക്കയോടുള്ള ഇവരുടെ വിശ്വാസം തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ വിശ്വാസ തകർച്ചയിലൂടെ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്, യഥാർത്ഥത്തിൽ ധാരാളം നിരീക്ഷകർ ആ അഭിപ്രായം പ്രകടിപ്പിക്കുന്നുണ്ട്, ഇറാനുമായി ഈ രാജ്യങ്ങൾക്ക് കുറെ കൂടി അടുത്ത ഒരു ബന്ധത്തിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ളതാണ്. അമേരിക്കൻ വിരുദ്ധ വികാരം ഈ രാജ്യങ്ങളിൽ വളർന്നു വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് യഥാർത്ഥത്തിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനം. ഇത് എത്ര കണ്ട് പ്രൊലോങ് ചെയ്യുന്നു അത്ര കണ്ട് അമേരിക്ക വിജയിക്കുകയോ ഇസ്രായേൽ വിജയിക്കുകയോ ചെയ്യുകയല്ല ചെയ്യുക. ഇറാനും അറബ് ലോകവും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് വളരാനാണ് അത് സഹായിക്കുക. കാരണം വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ മേൽ ആണ് എന്നുള്ളതാണ്. കാരണം അവർ ഈ US ബേസസ് അനുവദിച്ചതിൻ്റെ ലക്ഷ്യം തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അവർക്ക് സുരക്ഷിതത്വം വേണം, അമേരിക്കയുടെ പിന്തുണ എന്നുള്ളത് പ്രധാനമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, അവർ മിലിറ്ററിലി വളരെ വീക്കാണ്. ആ വീക്കായ മിലിറ്ററിലി സെൽഫ് സഫീഷ്യൻ്റ് ആക്കി വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള ചില ശ്രമങ്ങൾ അവർക്ക് നടത്തണം. അതിനുള്ള ഒരു സപ്പോർട്ടും കൂടി വേണം. ഇപ്പോൾ കുവൈറ്റ് 2 അമേരിക്കൻ ജെറ്റുകൾ അബദ്ധത്തിൽ വെടിവെച്ചിട്ട സന്ദർഭങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഒരു ഒട്ടും മോഡേൺ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു മിലിറ്ററി സെറ്റപ്പ് അല്ല അവർക്കുള്ളത്. അതിന് അമേരിക്കയുടെ സപ്പോർട്ട്. ഇത് രണ്ടും സംഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനിവർ അമേരിക്കയ്ക്ക് ഈ താവളങ്ങൾ കൊടുക്കണം? ആ താവളങ്ങളിൽ തന്നെ നോക്കണം. ആകെയുള്ള 22 എണ്ണത്തിൽ ഇതുൾപ്പെടെ, അതായത് പ്രിൻസ് സുൽത്താൻ എയർബേസ് സൗദിയിലെ അതുൾപ്പെടെ, അല്ലെങ്കിൽ അൽ ഉദൈദ് എയർബേസ് നമ്മുടെ ഖത്തറിലെ, ഇതുൾപ്പെടെ എല്ലാം അറ്റാക്ക് ചെയ്യപ്പെട്ടു. 11 എണ്ണം അറ്റാക്ക് ചെയ്യപ്പെട്ടു, പകുതിയും അറ്റാക്ക് ചെയ്യപ്പെട്ടു. അപ്പോൾ ആയിരക്കണക്കിന് മിസൈലുകളാണ് ഇറാൻ അയച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഭൂരിഭാഗവും ഞങ്ങൾ തടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ ഈ ബേസുകൾ അറ്റാക്ക് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ആകത്തുക ഇങ്ങനെയാണ്. ഈ നിലയ്ക്ക് യുദ്ധം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ജെറുസലേം പോസ്റ്റ് പോലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പിൻവാതിൽ കൂടി ഇറാനുമായി ഒരു ചർച്ച നടത്താൻ ഒമാൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർ വഴങ്ങുന്നില്ല എന്നുള്ള രീതിയിൽ വാർത്തകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ആരുടെ ആവശ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ ആവശ്യമായി മാറിയിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഇതിങ്ങനെ തുടർന്നല്ല. നമുക്കറിയാമല്ലോ, ഇസ്രായേൽ ഗസയിൽ ആക്രമണം തുടങ്ങുന്ന സമയത്ത് എന്താണ് പറഞ്ഞത്? അതിനെ ഇല്ലാതാക്കും, ഗസയെ ഇല്ലാതാക്കും എന്നൊരു വശത്ത് പറഞ്ഞു, ഗസയെ നരകമാക്കും എന്നൊരു വശത്ത് പറഞ്ഞു. ഇതൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴും ഗസയുണ്ട്, അവിടെ ജനങ്ങളുണ്ട്, അവർ നിഷ്കരുണം കൊന്നൊടുക്കിയ മനുഷ്യന്മാരുടെ ഓർമ്മകളും ഇപ്പോഴും അവിടെയുണ്ട്. അപ്പോൾ ഇത് ഒരു കാരണവശാലും US-ന് അനുകൂലമായി അവസാനിക്കാൻ പോകുന്ന യുദ്ധമല്ല, മറിച്ച് ഇറാനും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു എന്താ പറയുക, ഒരു ലോങ് ടേം ഒരു കരാറിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ പോലും ഉണ്ടാക്കിയെടുക്കുന്ന യുദ്ധമാണ് എന്നാണ്. അത് ലോകത്തിന് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഗ്യാസ് ആയാലും അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ആയാലും ഒക്കെ സൃഷ്ടിക്കാൻ പോകുന്ന വലിയ പ്രയാസങ്ങളും ഒക്കെ തന്നെ അതിൻ്റെ അവശേഷിപ്പായി ഉണ്ടാവുകയും ചെയ്യും. ജെമി ചേട്ടാ, ഇതിപ്പോൾ 13-ാം ദിവസവും കനത്ത ചെറുത്തുനിൽപ്പാണ് ഇറാൻ നടത്തുന്നത്. ഇസ്രായേലിൽ കാര്യമായ നാശനഷ്ടങ്ങളുണ്ട്. അപ്പോൾ ഈ തുടങ്ങിയ ഒരു അവസ്ഥയിലാണോ US ഉള്ളത്? നമ്മളത് 2 ദിവസമായിട്ട് ആ വിഷയത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഇറാൻ അവസാനിപ്പിക്കുന്നില്ല. ഇറാൻ്റെ മിസൈലുകളുടെ 34-ാമത്തെയോ 35-ാമത്തെയോ വേവ്സ് വരെ ഞാൻ എണ്ണിയിരുന്നു. ഇപ്പോൾ ഇതില്ല. ഇത് എത്രാമത്തെ വേവാണെന്ന് വെച്ചാൽ അറിയില്ല. അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഗൾഫ് രാജ്യങ്ങളിൽ പരക്കെ ആക്രമണമായിരുന്നു. എല്ലാ രാത്രിയും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ തോത് കുറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ചില ദിവസങ്ങൾ കുറയും, ചില ദിവസം കൂടും. കൃത്യമായി ഇറാൻ്റെ എന്താണ് എങ്ങനെയാണെന്ന് അറിയില്ല. ഇത് മാത്രമല്ല, ഇറാൻ്റെ ഒരു സംവിധാനം തന്നെ ഇപ്പോൾ അവരുടെ IRGC കമാൻഡ് ഒരു ഡയറക്റ്റ് സിസ്റ്റത്തിൻ്റെ കീഴിലല്ല എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം. അതായത് 31 ഇൻഡിപെൻഡൻറ്റ് കമാൻഡുകളാണ് ഇറാൻ്റെ യുദ്ധം, IRGCയുടെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നേരത്തെ എഴുതി തയ്യാറാക്കിയ ഒരു പ്ലാൻ അനുസരിച്ച് 31 ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള IRGC കമാൻഡുകൾ അവരുടെ കയ്യിലുള്ള ഡ്രോണുകളും അവരുടെ കയ്യിലുള്ള റോക്കറ്റുകളും ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനുള്ള പല തെളിവുകൾ ഇതിനോടകം വന്നു കഴിഞ്ഞിട്ടുണ്ട്.
ഇത് ഇറാൻ അടി നിർത്തുന്നില്ല എന്ന് മനസ്സിലാകുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് സത്യത്തിൽ ഇറാനിൽ ശേഷിക്കുന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരു കാര്യം അറിയാം, വീണ്ടും എണ്ണവില $100 വീണ്ടും തിരിച്ചു വരികയാണ്. ഹോർമൂസ് കടലിടുക്ക് വഴി സാധനങ്ങളൊന്നും പോകുന്നില്ല എന്നും പറയുന്നു. അതിനിടയ്ക്കാണ് ഇന്ത്യയുടെ ഒരു കപ്പൽ തുടങ്ങിയതിന് ശേഷമുള്ള ഇന്ത്യയുടെ ഒരു കപ്പൽ ബോംബെ തീരത്തേക്ക് അടുക്കുകയാണ് എണ്ണയുമായി. അതൊരു വലിയ ഡിപ്ലോമാറ്റിക് വിൻ എന്നാണെന്ന് പറയുകയും പെഷസ്കിയാനുമായിട്ടും ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയുമായി നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ സംസാരിച്ചതിനെക്കുറിച്ച് അദ്ദേഹം കഴിഞ്ഞ ദിവസം ട്വീറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇന്ത്യ ടുഡേയിലും അതുപോലെ തന്നെ NDTVയിലും ഒരു വാർത്തയുണ്ട്. ഇന്ത്യ ഇറാനുമായി സംസാരിച്ച് ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം ഇന്ത്യൻ കപ്പലുകൾക്ക് തുറന്നു കൊടുക്കാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് സംബന്ധിച്ചൊരു വാർത്തയുണ്ട്. ആ വാർത്ത ജയശങ്കർ ട്വീറ്റ് ചെയ്തു. ഇതാ കണ്ടില്ല, അത് ജയശങ്കറിൻ്റെ വാർത്തയായിട്ടല്ല വന്നിരിക്കുന്നത്, പകരം NDTVയുടെ ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഇത് കൊടുക്കുകയാണ്. 2 മണിക്കൂർ മുമ്പ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അവർ ഈ വാർത്ത നിഷേധിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. ചർച്ച നടന്നു എന്നുള്ളത് ശരിയാണ്. അതേസമയം റോയിട്ടേഴ്സ് പറയുന്നതനുസരിച്ച് ഇറാൻ ഇത് നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു അനുവാദം ഇന്ത്യൻ കപ്പലുകൾക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ ഔദ്യോഗികമായി 2 രാജ്യങ്ങൾക്ക്, ചൈനയ്ക്കും ബംഗ്ലാദേശിനും അനുമതിയുണ്ട്, ഇന്ത്യക്ക് ഉണ്ടെന്നുമില്ലെന്നും. അത് ഒരു പക്ഷേ ഇന്ത്യയോട് ജയശങ്കറിനോട് നമ്മുടെ വിദേശകാര്യമന്ത്രിയോട് അവിടുത്തെ വിദേശകാര്യമന്ത്രി കൊടുക്കുന്നു എന്ന് പറയുകയും IRGC-കാരൻ അവരുടെ കമാൻഡ് വരുന്ന കപ്പലുകളെ അടിക്കുകയും ചെയ്യുകയാണെങ്കിലോ. ഇപ്പോൾ തന്നെ ഒരു വാർത്തയുണ്ട്, ഒരു പുതിയ കപ്പൽ കത്തി അമർന്നതിൻ്റെ വാർത്ത വരുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ആക്രമിക്കപ്പെട്ടത്. അതിൽ കൊല്ലപ്പെട്ട നാവികൻ ഒരു ഇന്ത്യക്കാരനാണ്. ഹോർമൂസ് കടലിടുക്കിലെ ആദ്യത്തെ റെക്കോർഡിക്കലായ മരണം ഒരു ഇന്ത്യക്കാരൻ്റെയാണ്. അത് വന്നു കഴിഞ്ഞു. അപ്പോൾ എന്താണ് സംഭവമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒമാനിലെ സലാല പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് അങ്ങനെ ഞങ്ങളല്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു വി ആർ സോറി, ഞങ്ങൾ ഉദ്ദേശിച്ചതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വശത്ത് വിദേശകാര്യ മന്ത്രാലയം മറ്റ് ഇറാൻ്റെ ആളുകൾ ഉറപ്പ് കൊടുക്കുക, ഇപ്പുറത്ത് അടിക്കുക, അത് കഴിഞ്ഞ് വീണ്ടും മാപ്പ് കൊടുക്കുക. ഇതൊരു മൊസൈക്ക് ഡിപ്ലോമസി എന്നൊക്കെയാണ് ഇതിനെ പലരും വിളിക്കുന്നത്. ചുരുക്കത്തിൽ അങ്ങനെ ഒരു ഉറപ്പും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റാത്ത, ആർക്കും ഒന്നിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലേക്കാണ് ഈ സാധനം പോകുന്നത്. ന്യൂക്ലിയർ ബോംബ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആറ്റമിക് ബോംബ് കഴിഞ്ഞാൽ നോൺ ആറ്റമിക് ആയിട്ടുള്ള ഏറ്റവും വലിയ ബോംബ് ഇറാൻ്റെ ആണവ കേന്ദ്രം എന്ന് കരുതുന്ന ഒരു മിലിറ്ററി ഡിപ്പോയുടെ മുകളിൽ അമേരിക്കയും ഇസ്രായേലും കൂടെ ഇട്ടു എന്നൊരു വാർത്തയുണ്ട്. വലിയ ശക്തിയുള്ള ബോംബാണ്. അതോടുകൂടി അവിടെയാണ് ഇറാൻ മുമ്പ് ഈ ആണവോർജ കക്ഷികളൊക്കെ വന്ന് പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ ഇറാൻ അണുബോംബ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയെന്ന് കരുതിയിരുന്ന സ്ഥലം, അവിടെ ആ ഏരിയ നശിപ്പിച്ചുകൊണ്ട് ആ പ്രദേശം ഇല്ലാതാക്കിക്കൊണ്ട് ഒരു ഭീമൻ ബോംബ് വീണു എന്ന വാർത്തയും വരുന്നുണ്ട്. അപ്പോൾ ഇതിന് 2 പ്രശ്നമുണ്ട്. ഇറാൻ്റെ കയ്യിൽ അണുബോംബ് ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യ ഉണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നൊരു സിറ്റുവേഷൻ. ആ സിറ്റുവേഷൻ ഇല്ലാതായി എന്ന് കരുതുക, അത് തകർത്ത് കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇറാൻ എവിടെയെങ്കിലും ഒരു അണുബോംബിൻ്റെ ഒരു സാധ്യത ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലാസ്റ്റ് ഫൈറ്റ് ടു ഫിനിഷാണ്. അത് വെച്ച് അടിക്കാനായിരിക്കില്ല ഇറാൻ ശ്രമിക്കുക. നിങ്ങളുടെ കയ്യിൽ ഒരു വലിയ നശീകരണ ശക്തിയുള്ള ആയുധമുണ്ട്, ആ ആയുധം ശത്രു നശിപ്പിച്ച് കളഞ്ഞു. പിന്നെ എന്തെങ്കിലും പൊട്ടോ പൊടിയോ ഉണ്ടെങ്കിൽ അത് വെച്ച് ആക്രമിക്കാനല്ലേ ചെയ്യുക. അല്ലെങ്കിൽ ഈ ആയുധം നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കും ഒരു അവസാന നിമിഷത്തേക്ക് വരെ. ഇനി ഇറാൻ്റെ കയ്യിൽ അവസാന നിമിഷം ഇല്ലെങ്കിലോ, ഇതാണ് ഇറാൻ്റെ അവസാന നിമിഷമെങ്കിലോ, ചിലപ്പം ഈ അണുവായുധത്തിൻ്റെ പൊട്ടും പൊടിയും വെച്ച് വളരെ പെട്ടെന്നൊരു ബോംബ് ഉണ്ടാക്കാനുള്ള തീവ്ര ശ്രമത്തിലേക്ക് ഇറാൻ കടക്കുമോ, ഇതും നമുക്കറിയില്ല. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം UN-ൽ പ്രമേയം വരുന്നത്. എന്താ പ്രമേയം? അതാണ് തമാശ. ഇറാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ്. എന്തൊരു ട്രംപാണ് ഈ UN-നെ ആദ്യം തെറി വിളിച്ചത്. സത്യത്തിൽ വേറൊരർത്ഥത്തിൽ UN-നെ പുച്ഛിക്കാനേ നിവൃത്തിയുള്ളൂ. ആദ്യത്തെ പ്രമേയമാണ് വരുന്നത്. ഇറാൻ ചെയ്തത് ശരിയായില്ല, ഇറാൻ ഇതിൽ നിന്ന് പിന്മാറണമെന്ന്. പോയി പണി നോക്കാൻ തന്നെ ഇറാൻ പറഞ്ഞിട്ടുണ്ടാകുന്ന സംശയം. അല്ലെങ്കിലും ഇൻ്റർനാഷണലി പ്രമേയം അംഗീകരിച്ചില്ലെങ്കിൽ എന്തോ സംഭവിക്കുമായിരുന്നെങ്കിൽ ഇസ്രായേലിന് എന്തൊക്കെ സംഭവിച്ചേനെ, അമേരിക്കയ്ക്ക് എന്തൊക്കെ സംഭവിച്ചേനെ, അതല്ല വിഷയം. പക്ഷേ അണിയറയിൽ ചർച്ച തുടങ്ങിയിരിക്കുന്നു. പാകിസ്ഥാനും റഷ്യയും ചർച്ച തുടങ്ങിയതായി പറയുന്നുണ്ട്. ആ ചർച്ചയിൽ വിദേശകാര്യമന്ത്രി ഇറാൻ്റെ തിരിച്ചു പറഞ്ഞ മറുപടി, യുദ്ധം ഞങ്ങൾ നിർത്താം, ഞങ്ങളെ ആക്രമിക്കാതിരിക്കണം, 1. അതോടൊപ്പം ഇതുവരെ ആക്രമിച്ചുള്ള നഷ്ടപരിഹാരവും വേണം. ഇത്രയും കാര്യം വളരെ ശക്തമായി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ നമ്മൾ ഇന്ത്യക്കാർക്ക് ശുഭകരമായൊരു കാര്യം, ഒരു ചർച്ചയ്ക്കുള്ള ഒരു സാഹചര്യം ഉയർന്നു വരികയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇനി വേറെ വഴിയില്ല, ലോകം മുഴുവൻ വലിയ ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. എണ്ണവില ബാരലിന് $200 കാണിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഇറാൻ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ഇപ്പോൾ ഇങ്ങനൊരു ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ശുഭകരമായ കാര്യമാണ്. അത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ലോകത്തിൻ്റെയും മുഴുവൻ ആവശ്യമായി മാറിയിരിക്കുന്നു, ഇറാൻ്റെ അല്ല. ആകെ മുങ്ങിയാൽ കുടിരില്ലാത്ത ഒരു രാജ്യം
ഒന്നും ബാക്കി വയ്ക്കാൻ സാധ്യതയില്ല, ഗസ പോലെ ആയി പോകുമെന്ന് ഭയപ്പെടുന്ന ഒരു രാജ്യം അങ്ങനെ ചെയ്ത ഒരു പ്രീസിഡൻസ് ഉള്ളൊരു ലോക സാഹചര്യത്തിൽ അവരങ്ങനെ ചെയ്യൂ. ചിലപ്പോൾ അണുബോംബ് എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും മുക്കിലോ മൂലയിലോ അവിടെ ഏറ്റവും രഹസ്യ കേന്ദ്രങ്ങൾ ഇതുവരെ പുറത്തു വരാത്ത കേന്ദ്രത്തിൽ ഉണ്ടാക്കി അടിച്ചാൽ എന്ത് ചെയ്യും? ഇറാൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിനോ ഇറാൻ്റെ സർക്കാരിനോ ഒരു നിയന്ത്രണമില്ലാത്ത IRGC 31 ഇൻഡിപെൻഡൻറ്റ് കമാൻഡുകളായി നിന്ന് ഹോർമൂസ് കടലിടുക്കിലേക്ക് മിസൈലുകളും ഗൺ ബോട്ടുകളും സൂയിസൈഡ് ഡ്രോണുകളും കമക്കാസി ഡ്രോണുകളും വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും നിയന്ത്രണമില്ലാത്ത ഒരു യുദ്ധമായി ഇത് മാറുന്നു. ഇതിൻ്റെ അപകടം എന്താണെന്ന് വെച്ചാൽ ഹോർമൂസ് കടലിടുക്കിൽ IRGC ഇപ്പോൾ തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്ന മൈനുകൾ എടുത്തു മാറ്റാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ മുന്നോട്ട് വരുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഇന്ത്യക്ക് ഇറാൻ കൊടുത്തുവെന്ന് നമ്മുടെ ജയശങ്കർ പറയുന്ന ദേശീയ മാധ്യമങ്ങൾ കോട്ട് ചെയ്യുന്ന ആ ഉറപ്പിന് ഇന്ത്യൻ കപ്പലുകൾക്ക് കടന്നു വരാമെന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. ഗ്യാരണ്ടി അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ എല്ലാവരും ചേർന്ന് എടുക്കേണ്ടതാണ്. അതിനു മുമ്പ് ഇറാൻ ഒറ്റ കാര്യം ആവശ്യപ്പെട്ടവർക്ക് അംഗീകരിക്കേണ്ടി വരും: യുദ്ധം അടിയന്തരമായി നിർത്തുക. അതുകൊണ്ടാണ് ഇസ്രായേലിൽ നിന്നിറങ്ങുന്ന പത്രങ്ങളാണ് ചർച്ച നടക്കുന്നു എന്ന് പറയുന്നത്, ഇറാനുമായി ചർച്ച നടക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആരുടെ ആവശ്യം? ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ ആവശ്യമാണെന്ന് കൂടി എല്ലാവരുടെയും ആവശ്യമാണ്, സംശയമൊന്നുമില്ല. അല്ലാതെ ഇസ്രായേൽ തോറ്റുപോയേ എന്ന് പറയാനല്ല ഇത് പറഞ്ഞത്. പക്ഷേ ആ പത്രങ്ങളിലാണ് ഇത് വലിയ വാർത്തയായി വരുന്നത്. എല്ലാവരുടെയും ആവശ്യമായി മാറും എന്നുള്ളതാണ് ഇറാൻ തന്നെ പറഞ്ഞത്. അതെ, ഇറാൻ നേരത്തെ പ്രഖ്യാപിച്ചതും അങ്ങനെയാണ്. നിങ്ങളെയൊക്കെ ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ തകർന്നാൽ റീജിയൻ മൊത്തം കൊളാപ്സ് ആവുന്നതാണ്. പക്ഷേ എന്തായാലും അങ്ങനെ ഒരു ചർച്ച നടക്കണമെന്ന ആവശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ്റെയും അമേരിക്കയുടെ ആവശ്യം വരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ വന്നിരിക്കുന്നു, ചർച്ച നടക്കുന്നു. ഒരു പക്ഷേ വളരെ പെട്ടെന്ന് ഇതൊരു സമാധാന ചർച്ചയിലേക്കും വളരെ സീരിയസ് ആയിട്ടുള്ള സമാധാന ചർച്ചയിലേക്ക് പോകും. അപ്പോഴും IRGC എന്ന് പറയുന്ന ഇറാൻ റെവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ സംവിധാനം ഈ ചർച്ചകളുടെ കൂടെ ഉണ്ടോ എന്നുള്ളതിൽ വളരെ വലിയ ആശങ്കയുണ്ട്. ഇറാൻ സർക്കാരോ ഇറാൻ സൈന്യമോ പറയുന്ന പോലെയല്ല IRGC നീങ്ങുന്നതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ ഒരുപാട് തെളിവുകളുണ്ട്. യെസ്.